ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എന്നെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചെമ്മീൻ ബിരിയാണിയുടേതാണ്, അല്ലെങ്കിൽ പ്രോൺസ് ബിരിയാണി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചെമ്മീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 1/2 കിലോ ചെമ്മീനുണ്ട്. ആദ്യമായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ തോടെല്ലാം പൊളിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ചെമ്മീൻ ഇതുപോലെ അതിൻ്റെ തൊണ്ടെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1 വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ചെടുത്താലും മതി. ഒരു നാരങ്ങയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു നാരങ്ങ മുഴുവനുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഞാനൊന്ന് തിരുമ്മുകയാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാണ് എല്ലാം കൂടെ. അടുത്തതായിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ചെമ്മീൻ ഇട്ട് കൊടുത്താൽ മതി. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചെമ്മീൻ ഞാൻ അതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചെമ്മീനെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ്. ബാക്കിയുള്ള ചെമ്മീനും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ചെമ്മീനൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജ് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. 1.5 കപ്പുണ്ട്. 1 കപ്പ് ക്യാരറ്റ് ഉണ്ട്. 1/2 കപ്പ് ഗ്രീൻ പീസ് ഉണ്ട്. ഗ്രീൻ പീസ് ഞാനൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. എല്ലാം കൂടെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ വെജിറ്റബിൾസ് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. പകുതി വേവായി കഴിഞ്ഞാലേ മുട്ട പൊട്ടിച്ചൊഴിക്കാവുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഇപ്പോൾ രണ്ടാമതിട്ട ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും കൂടെ ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ബസ്മതി റൈസ് വേവിച്ചെടുക്കണം. ഞാൻ 1/2 കിലോ റൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. പാത്രത്തിൽ വെള്ളം ഒഴിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിനകത്തേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അരിയും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ റൈസ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഞാൻ ഈ റൈസിലേക്ക് ഇടുകയാണ്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇടുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 50 ഗ്രാം ബട്ടറും കൂടി ഞാൻ ചേർക്കുകയാണ്. കൂടാതെ 2 സ്പൂൺ സോയാ സോസും ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് സെർവ് ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.